أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. അൽ-ബഖറയിലെ 11-ാമത്തെ ആയത്തിന്റെ അർത്ഥം, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ടായിരുന്നു, പിന്നെ അള്ളാഹു അവർക്ക് അവരുടെ രോഗം വർദ്ധിപ്പിച്ചു. അവർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന കാരണത്താൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്നതാണ്. സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ പറയുന്നത് കപടവിശ്വാസികൾ അവരുടെ പ്രകൃതത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാത്ത കാര്യം വ്യക്തമാക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്നുള്ളതാണ്. അതല്ലായിരുന്നുവെങ്കിൽ അവരുടെ മനസ്സാക്ഷി പറയുന്ന കാര്യമെങ്കിലും അവർ ഉൾക്കൊള്ളുമായിരുന്നു. ഈ ആയത്തിൽ അത് കപടതയുടെ രോഗമാണ്. ആദ്യത്തെ റുക്കൂഇന്റെ തുടക്കത്തിൽ ആത്മീയ ആരോഗ്യമുള്ള ആളുകളെക്കുറിച്ചുള്ള, അതായത് വിശ്വാസികളെക്കുറിച്ചുള്ള, മുഅ്മിനീങ്ങളെക്കുറിച്ചുള്ള വിവരണമായിരുന്നു. അതിനുശേഷം നിഷേധത്തിന്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ആയത്തിൽ കപടത എന്ന രോഗത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാപട്യത്തെക്കുറിച്ച് അതിൻ്റെ അടയാളങ്ങൾ പറയുന്നത് അവിടുന്ന് പറയുകയുണ്ടായി, മുനാഫിഖ് സംസാരിക്കുമ്പോൾ കളവ് പറയുന്നതാണ്, വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തിയാക്കുകയില്ല, വിശ്വാസവഞ്ചന കാണിക്കും, പ്രതിജ്ഞ ചെയ്താൽ അത് ലംഘിക്കും, കലഹമുണ്ടാക്കുമ്പോൾ അസഭ്യം പറയും. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ കപടതയുടെ അടയാളങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കപടവിശ്വാസിയുടെ അടയാളങ്ങളാണ്. കപടവിശ്വാസി എപ്പോഴും തൻ്റെ കാപട്യം മറയ്ക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിനുള്ള മാർഗങ്ങൾ അവനെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കളവ് പറയുക, അവനുമായി കലഹിക്കുമ്പോൾ അസഭ്യം നടത്തുക തുടങ്ങിയവയാണ്. കളവ് പറയേണ്ട ആവശ്യം വരുന്നത് തന്നെ അവൻ്റെ കാപട്യത്തെ മറക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ആയത്തിൽ രോഗം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സൽഫലവും ദുഷ്ഫലവും നൽകുന്നത് അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ രോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ജനങ്ങളുടെ രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. അല്ലയോ ജനങ്ങളെ, അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം നിങ്ങൾക്ക് സതുപദേശം നൽകുന്നതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ശമനവുമാണ്. അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞ രോഗം നിശ്ചയദാർഢ്യമില്ലാത്തതും ഭീരുത്വവും കപടതയുമാണ്. മുൻപുള്ള ആയത്തുകളിൽ അവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വലഹും അസാബുൻ അലീം, അവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്നാണ്. എന്നാൽ ഈ ആയത്തിൽ കപടവിശ്വാസികളെക്കുറിച്ച് പറയുന്നത് വലഹും അസാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഹുദൂർ വിശദീകരിക്കുന്നത്, അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര ശിക്ഷ ലഭിക്കുകയാണെങ്കിലും അവർ അതിനെതിരെ പ്രവർത്തിച്ച് അവരുടെ ഹൃദയങ്ങളുടെ തീക്ഷ്ണത പുറത്തു കളയുന്നു. അങ്ങനെ മനുഷ്യന് ലഭിക്കുന്ന ഒരു ആശ്വാസം അവർക്കുണ്ടാകുന്നു. എന്നാൽ കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആന്തരികാവസ്ഥയെ സ്വയം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി അവരുടെ മനസ്സ് നീറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കപടവിശ്വാസിയെക്കുറിച്ച് വലഹും അസാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവർ മാത്രമാണെന്ന് അവർ പറയും. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹുദൂർ പറയുന്നത്, കപടവിശ്വാസികൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പല വിധത്തിലാണ്. മുഹാജിരീങ്ങൾക്കും അൻസാരിങ്ങൾക്കും ഇടയിൽ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഒരിക്കൽ ഒരു യുദ്ധത്തിൻ്റെ അവസരത്തിൽ ചില നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുഹാജിരീങ്ങൾക്കും അൻസാരിങ്ങൾക്കും ഇടയിൽ കലഹമുണ്ടായി. കപടവിശ്വാസികളുടെ നേതാവായിരുന്ന അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് പ്രശ്നം കൂടുതൽ ആളിക്കത്തിക്കുകയും
മുഹാജിരീങ്ങൾ പുറത്തുനിന്ന് വന്നുകൊണ്ട് ഞങ്ങളിൽ ഭരണം നടത്തുകയാണ്, അവരെ സഹായിച്ചില്ലെങ്കിൽ അവർ സ്വയം നശിച്ചു പോകുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഈ കാര്യത്തെക്കുറിച്ച് സൂറ മുനാഫിഖൂനിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അൻസാരിങ്ങൾ ആവേശത്തിലാണെന്ന് കണ്ട അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പോലും നിന്ദിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ആ വ്യക്തി പറഞ്ഞു, മദീനയിലെത്തിയിട്ട് ഏറ്റവും ബഹുമാന്യനായ വ്യക്തി ഏറ്റവും നിന്ദ്യനായ വ്യക്തിയെ നൗസുബില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടെ നിന്നും പുറത്താക്കുന്നതാണ് എന്ന്. ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരെയും വളരെ നീചമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് ഹോ ഉസുനുൻ, അവിടുന്ന് ചെവിയാണെന്ന് പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാനാഭാഗത്തേക്കും ചാരന്മാരെ അയച്ചുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയെന്ന് ആരോപിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് യുദ്ധത്തിൻ്റെ പരാജയമുണ്ടായതെന്ന് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ പല വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈ ആയത്തിൽ പറയുന്നത് ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെടുമ്പോൾ അവർ മറുപടിയായി പറഞ്ഞിരുന്നത് ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതും കപടവിശ്വാസികളുടെ ഒരു അടയാളമാണ്. അവരുടെ തിന്മകളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ആ പ്രവർത്തനത്തെ നന്മയായി വ്യാഖ്യാനിക്കുമായിരുന്നു. ചില സമയങ്ങളിൽ നിർധനരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന വ്യാജേന, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന വ്യാജേന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്യാതെ അവർക്ക് അവരുടെ കാപഢ്യം മറച്ചുവെക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു സഹാബാക്കളെ ഇവരുടെ എല്ലാ വിധത്തിലുള്ള വഞ്ചനയിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അവരുടെ കുതന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിക്കുകയും ചെയ്തു. ഹുസൂർ പറയുന്നു, വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ജമാഅത്തിൽ ചില കപടവിശ്വാസികൾ ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. കാരണം വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സംവിധാനമല്ലെങ്കിൽ കപടത കാണിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എന്നാൽ ഒരു ജമാഅത്ത് വ്യവസ്ഥാപിതമാണെങ്കിൽ ബലഹീനരായിട്ടുള്ള ആളുകൾക്ക് അതിനെ ഉപേക്ഷിക്കുന്നത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ഒരു ഭാഗത്ത് ജമാഅത്തുമായി അവർ ബന്ധം സ്ഥാപിക്കുന്നു, മറുഭാഗത്ത് ശത്രുക്കളുമായിട്ടും അവർക്ക് ബന്ധമുണ്ടാകുന്നു. അഹമ്മദിയ ജമാഅത്ത് ഇത്തരത്തിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ജമാഅത്താണ്. അതുകൊണ്ട് ഈ ഒരു അപകടത്തെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. കപടതയുടെ അടയാളങ്ങൾ ഈ ജമാഅത്തിൽ കാണപ്പെടുന്നത് അതിൻ്റെ ബലഹീനതയുടെ അടയാളമല്ല, മറിച്ച് അത് വ്യവസ്ഥാപിതമാണ് എന്നതിൻ്റെ അടയാളമാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈ കപടവിശ്വാസികളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്, അവരെ തിരിച്ചറിയേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് അവരോട് പെരുമാറുക, അവരുടെ കുതന്ത്രങ്ങളിൽ അകപ്പെടാതിരിക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.